ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കാറപകടത്തിൽ മരിച്ച കുഞ്ഞുമോളെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. കേരളത്തിൽ ആദ്യമായിട്ടല്ല കാറപകടം ഉണ്ടാകുന്നതും ആളുകൾ മരിക്കുന്നതും. പക്ഷേ ഒരുപാട് ആൾക്കാർ വണ്ടി ഇടിച്ച് നിർത്താതെ പോകാറുണ്ട്, വണ്ടി ഇടിച്ചിട്ട് നിർത്തിയിട്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ പല പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുമോളെ വണ്ടി ഇടിച്ചതിന് ശേഷം വണ്ടി മുന്നോട്ട് എടുക്കരുത്, അടിയിൽ ആളുണ്ട് എന്ന് ഓടി നിന്ന ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് നാലുപാടത്ത് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ആദ്യം വണ്ടി ബാക്കിലോട്ട് എടുക്കുന്നു, അതിനുശേഷം വണ്ടി മുമ്പിലോട്ട് എടുക്കുന്നു. അങ്ങനെ കുഞ്ഞുമോളുടെ ദേഹത്ത് കൂടി തലയിലൂടെയും ശരീരത്തു കൂടെയും വണ്ടി കയറ്റി ഇറക്കി ചതച്ചരച്ച് കൊന്നു എന്ന് വേണം പറയാൻ. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടേണ്ട ആ ഒരു വീട്ടമ്മയുടെ ജീവനെടുത്തത് ലഹരിയാണ്. വണ്ടി ഓടിച്ച അജ്മലും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ ലഹരി ഓടിച്ച് വണ്ടി ഇടിച്ചതിന് ശേഷം കൂടെ ഇരുന്ന ഡോക്ടറാണ് പറഞ്ഞത് വണ്ടി മുന്നോട്ടെടുക്കാൻ. അത് കേട്ടപ്പോൾ തന്നെ അജ്മൽ വണ്ടി എടുക്കുകയും ചെയ്തു. അപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കൊലക്കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരും ജയിലിലാണ്, റിമാൻഡിലാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. ശ്രീകുട്ടി പറയുന്നത്, ശ്രീകുട്ടി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അജ്മലിൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വന്നപ്പോഴാണ് ഈ ഡോക്ടർ ശ്രീകുട്ടിയുമായി പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ തമ്മിൽ ബന്ധം അടുക്കുന്നു. 2 മാസമായിട്ടുള്ള പരിചയം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശ്രീകുട്ടി പറയുന്നത് അജ്മൽ ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്ന് സ്വർണവും അതുപോലെ 8 ലക്ഷം രൂപയൊക്കെ വാങ്ങിയെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവർ തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പണമിടപാടുകളോ ഒന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ശ്രീകുട്ടിനെ വെളുപ്പിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ശ്രീകുട്ടി ആരാണ്, അല്ലെങ്കിൽ ശ്രീകുട്ടി അജ്മലിന് പണം കടം കൊടുത്തോ, അജ്മൽ സ്വർണം വാങ്ങിച്ചോ? ഇതൊന്നുമല്ല. ഇവർ രണ്ടുപേരും ചെയ്തത് കൊലക്കുറ്റം തന്നെയാണ്. ഞാൻ അജ്മലിനെയും പുണ്യാളനാക്കുന്നില്ല. കാരണം അജ്മലിന്റെ പേരിലും കേസുകളുണ്ട്. ചന്ദന കേസ്, ലഹരി കേസ്, അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ. അപ്പോൾ ശ്രീകുട്ടിനെ വെളുപ്പിച്ചെടുത്ത് ശ്രീകുട്ടിന് ഇതിൽ നിന്ന് ഊരാനുള്ള ശ്രമം പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അവരൊരു ഡോക്ടറാണ്. ഡോക്ടറിന്റെ എത്തിക്സ് എന്താണ്? ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാതെ അവരെന്തൊരു സ്ത്രീയാണ്. അവരാണ് പറഞ്ഞത് പ്രതിയോട് വണ്ടി മുന്നോട്ടെടുക്കാൻ. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടണം. അവരുടെ അത്ര ആളുകളുടെ മുമ്പിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിക്കണം. അത് മാത്രമേ അവർ ചിന്തിച്ചുള്ളൂ. അതിനടിയിൽ ഒരു ജീവൻ കിടപ്പുണ്ട്, വണ്ടി എടുത്താൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും, അതൊന്നും അവരുടെ ചിന്തയില്ല. അപ്പോൾ എന്തൊരു ഡോക്ടറാണ് അവർ ഞാൻ ഒരു പദവിയിൽ ഇരിക്കാൻ പോലും അർഹയില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇവരിങ്ങനെ വെളുപ്പിച്ച് ഇവരെക്കുറിച്ച് ഇങ്ങനെ ശ്രീകുട്ടി ഇങ്ങനെ പണം കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെയും ശ്രീറാം വെങ്കിട്ടരാമനെ പോലെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മറക്കാൻ പറ്റാത്തൊരു വാർത്ത തന്നെയാണത്. ഒരു മാധ്യമ പ്രവർത്തകനായ ബഷീറിന്റെ ദേഹത്ത് കൂടി ലഹരി ഉപയോഗിച്ച് ശ്രീറാം വെങ്കിട്ടരാമനും അയാളുടെ കൂടെ ഒരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. അവർ വണ്ടി ഓടിച്ച് ആ മാധ്യമ പ്രവർത്തനം ഇടിച്ചു കൊന്നു. ഇപ്പൊ ശ്രീറാം എവിടെയാണ്? സുഖമായി സർക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നരഹത്യ കുറ്റം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വമായ നരഹത്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് ഇവരെ കൂരിക്കൊണ്ടുവരുന്നത്? ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊലക്കുറ്റത്തിന് തന്നെ കേസ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറക്കാൻ പറ്റും. കാരണം അപകടം ഒരിക്കലും ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പു തരാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇവരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ട് എന്തിന് പൊതുനിരത്തിലിറങ്ങി സാധാരണക്കാരുടെ ദേഹത്ത് കയറുന്നു? നമ്മൾക്കൊക്കെ ജീവിക്കണ്ടേ? നിങ്ങൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ലഹരി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ നിങ്ങൾ ഓണം ആഘോഷിച്ചു, ലഹരി ഉപയോഗിച്ചു, മദ്യം കുടിച്ചു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുക. നിങ്ങൾ വണ്ടി എടുത്ത് നിങ്ങളുടെ ദാർഷ്ട്യം കാണിക്കാൻ വേണ്ടി സാധാരണക്കാരുടെ നെഞ്ചത്ത് കൂടി അല്ല കയറ്റി ഇറക്കേണ്ടത്. അഥവാ ഇടിച്ചിട്ട് പോലും ആളുകൾ പറഞ്ഞു വണ്ടി എടുക്കരുത്. അവർ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെടേണ്ട ഒരു സ്ത്രീയായിരുന്നു കുഞ്ഞുമോൾ. അവരെ വണ്ടി ശരിക്കും കയറ്റി ഇറക്കി കൊന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാതൃകാപരമായി ഇവരെ രണ്ടുപേരെയും ശിക്ഷിക്കണം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ആർക്കും എന്തും ചെയ്യാം. പണമുണ്ടെങ്കിൽ, കുറെ വെളുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ഊരിപ്പോരാ. എന്നാൽ ബഷീറിന്റെ ആത്മാവിന് നീതി കിട്ടിയോ? അദ്ദേഹത്തിനെയും ലഹരി ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഇടിച്ച് കൊന്നത് അല്ലേ? ആ ലഹരി കാരണമല്ലേ വണ്ടി ഇടിച്ച് കൊന്നത്? എന്നിട്ട് ആ കൊന്ന ആളിപ്പോൾ എവിടെയുണ്ട്? അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ട്? അവരൊക്കെ സുഖമായി ഒന്നും അറിയാതെ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടത് ബഷീർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന്റെ കുടുംബത്തിന് മാത്രമാണ്. ആ നഷ്ടം നികത്താൻ പറ്റുമോ?
ഇപ്പോൾ ഈ ഒരു കുഞ്ഞുമോൾ മരിച്ചു, അവരുടെ വീട്ടുകാരുടെ ആ ഒരു നഷ്ടം, അവരുടെ മക്കളുടെ നഷ്ടം അത് നികത്താൻ പറ്റുമോ ഇവരുടെ ലഹരി കൊണ്ട്? മാത്രമല്ല, ഈ അജ്മൽ ഒരുപാട് കേസുകൾ പ്രതിയാണെങ്കിൽ എന്തും ചെയ്യാം, എങ്ങനെയും വിലസാം. എന്നിട്ടിപ്പോൾ 8 ലക്ഷം രൂപ കൊടുത്തു, സ്വർണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ സംഭവമായിട്ട് മാധ്യമങ്ങളൊക്കെ എഴുതി കാണിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പണമിടപാടുകളോ ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവർ രണ്ടുപേരും പക്ക ക്രിമിനലുകളാണ്, അതിൽ യാതൊരു സംശയമില്ല. വണ്ടി ഇടിച്ചൊരു അപകടം വന്നാൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോയോ, ഇടിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കിടക്കുന്ന ആളുടെ ദേഹത്ത് കൂടി വീണ്ടും വണ്ടി കയറ്റുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പക്ക ക്രിമിനലുകൾ തന്നെയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഇനി ഒരു ചർച്ച വേണ്ട. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കേസ് എടുക്കുക, അവർക്ക് മാതൃകരമായി എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുക. എന്നാലേ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. അല്ലാതെ അതിനെക്കുറിച്ച് അവരെന്നെ വിളിപ്പിച്ച് അവർ ഭയങ്കര റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, അവർ ഭയങ്കര സംഭവമാണ്, അവരൊരു ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി ആ ശ്രീകുട്ടി എന്ന് പറയുന്ന സ്ത്രീയെ വെളുപ്പിക്കാൻ നോക്കണ്ട. അതുപോലെ ഈ അജ്മലിനെ. താങ്ക് യു സോ മച്ച്.